പല സ്ഥലങ്ങളിൽ വെളിച്ചം കാണാൻ സാധിക്കുന്നുണ്ട്. ഇതെല്ലാം തിരച്ചിലിന് പോകുന്ന നാട്ടുകാരുടെ വെളിച്ചമാണോ? മിന്നാമിനിങ്ങിന്റെ വെളിച്ചം പോലെ പലയിടങ്ങളിലും ടോർച്ച് വെളിച്ചം കാണുന്നുണ്ട്, ഒപ്പം വീടിന്റെ വെളിച്ചവും കാണുന്നുണ്ട്. ഇത് ഉയരമുള്ളൊരു സ്ഥലത്താണോ നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ? അരുൺ, തീർച്ചയായും വലിയ ഉയരമുള്ള ഒരു ഏകദേശം ഒരു 8 നില കെട്ടിടത്തിൻ്റെ ഉയരമുള്ള ഒരു വാട്ടർ ടാങ്കാണിത്. ആ വാട്ടർ ടാങ്കിൻ്റെ മുകളിൽ നിന്നാണ് ഇപ്പോൾ നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് വിനൂസി ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. ഇതിന് മുകളിൽ ഉൾപ്പെടെ വാട്ടർ ടാങ്കിനകത്തേക്ക് ഉൾപ്പെടെ പോലീസ് സംഘം ഇരുട്ടാണ്. ആ പ്രദേശത്ത് നമുക്കത്ര പരിചയമുള്ള സ്ഥലമല്ല. ചെന്താമരയ്ക്ക് കാണാപ്പാഠമായ പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഏത് ഇരുട്ടിലും ചെന്താമരയ്ക്ക് നെല്ലിയാമ്പതിയുടെ പല ഭാഗങ്ങളിലും പോകാൻ കഴിയും എന്നാണ് നാട്ടുകാർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ കുറ്റാക്കുറ്റിരുട്ടിൽ ഈ അതീവ ദുർഘടമായ ഈ പ്രദേശത്ത് കൂടി അധിക ദൂരം സഞ്ചരിക്കാൻ കഴിയില്ലെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ ചെന്താമരയെ പിടികൂടേണ്ടതാണ്. അതും കേരള പോലീസിലെ എണ്ണം പറഞ്ഞ ചെറുപ്പക്കാരുടെ ബറ്റാലിയനാണ് ഇപ്പോൾ ചെന്താമരയെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒപ്പം നാട്ടുകാരും വളരെ സജീവമായി തെരച്ചിലിനുണ്ട്, യുവാക്കളും തെരച്ചിലിനുണ്ട്. കയ്യിൽ കിട്ടിയ ചെറിയ കമ്പും വടിയും ഒക്കെയായി ഈ കൊടും ക്രിമിനലിനെ ഇപ്പോൾ നേരിടുന്നതിന് വേണ്ടി, പിടികൂടുന്നതിന് വേണ്ടി പോലീസും നാട്ടുകാരും ഒരുമിച്ച് റിപ്പോർട്ടറിന്റെ വാർത്താ സംഘമടക്കം തെരച്ചിലിന്റെ ഭാഗമാവുകയാണ്. ഈ രാത്രിയിൽ അല്പസമയം മുൻപാണ് വിദ്യാർത്ഥികളും പോലീസും ഈ ചെന്താമരയെ ഈ പ്രദേശത്ത് കണ്ടത് എന്നാണ് നേരത്തെ റിപ്പോർട്ടർ ടിവിയോട് പറഞ്ഞത്. അതിനെ തുടർന്നാണ് ഇപ്പോൾ കോമ്പിംഗ് വളരെ ശക്തമാക്കിയിരിക്കുന്നത്. ഒരു പക്ഷേ 1-2 കിലോമീറ്റർ ചുറ്റളവിൽ ചെന്താമര ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മുബഷിലേക്ക് കൂടി എത്തിയാൽ പ്രതി ചെന്താമരയുടെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് ഇപ്പോൾ സ്ക്രീനിൽ റൈറ്റ് സൈഡിൽ കാണുകയും ചെയ്യാം. ഈ പ്രതി 58 വയസ്സുണ്ട് ചെന്താമരയ്ക്ക്. 58 വയസ്സുള്ള ചെന്താമര കഴിഞ്ഞ 34 മണിക്കൂറിന് മുമ്പ് ഇരട്ടക്കൊലപാതകം നടത്തി ഭക്ഷണം പോലും കഴിക്കാതെ രാത്രി മുഴുവൻ കാട്ടിൽ ഒളിച്ചിരുന്ന് ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഒരുപക്ഷെ സഹോദരിയുടെ വീട്ടിൽ പോകാൻ മാട്ടായി ഭാഗത്തേക്ക് എത്തിയതാവാം. അവിടെ നിന്നും എങ്ങോട്ട് പോയി എന്നാണ് പോലീസിനെ കുഴപ്പിക്കുന്നത്. ഇക്ബാൽ, ഈ ദൃശ്യങ്ങൾ നമ്മൾ ഇപ്പോൾ പകർത്തുന്നത് മാട്ടായി മേഖലയിൽ നിന്നാണ്. അധിക ദൂരം പോകാനുള്ള സാധ്യതയില്ല. ഈ പ്രദേശത്ത് തന്നെ ചെന്താമരയുടെ സഹോദരിയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അരുൺ, കരിമ്പാറ എന്ന് പറയുന്നത് മാട്ടായി കോളനിയിൽ നിന്ന് സമീപത്തുള്ളൊരു പ്രദേശമാണ്. അവിടെയാണ് ചെന്താമരയുടെ ഈ സഹോദരി താമസിക്കുന്നത്. ആ വീട്ടിലേക്ക് ചെന്താമര എത്താനുള്ള സാധ്യത ഉൾപ്പെടെ കണക്കിലെടുത്തുകൊണ്ടാണ് പോലീസ് സംഘം ആ മേഖലയിൽ ഒരു പരിശോധന ശക്തമാക്കിയത്. ഇതിനിടയിലാണ് ചെന്താമരയുടെ സാന്നിധ്യം പോലീസ് ഉൾപ്പെടെ തിരിച്ചറിയുന്നത്. ആദ്യം നാട്ടുകാർ കാണുന്നു, പിന്നീട് പോലീസ് ഉൾപ്പെടെ ആ വിവരം സ്ഥിരീകരിക്കുന്നു. ഇപ്പോൾ ഏതായാലും അവരുടെ വീടിന് സമീപത്തുള്ള തിരച്ചിലിനിടയിൽ ചെന്താമര ആ വീട്ടിലേക്ക് പോകുന്ന വഴിയായിരിക്കണം ഒരു പക്ഷേ ഈ വിദ്യാർത്ഥികൾ മുന്നിൽ ചെന്നപ്പെടുന്നത്. ആ വിദ്യാർത്ഥികൾ ശബ്ദമുണ്ടാക്കിയതോടുകൂടി പിന്നീട് പോലീസ് തന്നെ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ടെറയിലൂടെയാണ് സഞ്ചരിക്കുന്നത്.